ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് വോളിയത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് നിങ്ങൾ കാണുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഇൻട്രൊഡക്ഷനാണ് ഞാൻ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രിക് ചാർജുകൾ, ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്തെല്ലാമാണ്, ചാർജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ബേസിക് പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ കൂളംസ് ലോ എന്ന ലോയും ആ കൂളംസ് ലോയുടെ വെക്ടർ ഫോം സ്റ്റഡിയും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡെന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ, ഇക്വറ്റോറിയൽ ലൈൻ കേസിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ, അതോടൊപ്പം തന്നെ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്, ദെൻ എന്താണ് ലിനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, ദെൻ ഗോസസ് തിയറം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം, ആ ഗോസസ് തിയറത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ആപ്ലിക്കേഷൻസും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു 4-5 മാർക്കോട് കൂടി എല്ലാ വർഷങ്ങളിലും മാർക്കിംഗ് സ്കീമോട് കൂടി ചോദിച്ചു വരുന്നു. സോ ഏതായാലും നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ നമ്പർ 1, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, ഏകദേശം 600 BC-യിലാണ് ആംബർ എന്ന് പറയുന്ന ഒരു കായ്, ആ ആംബർ എന്ന് പറയുന്ന കായ് ഒരു സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ അവിടെ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒരു പേനയെടുത്ത് ആ പേന നന്നായി തലയിൽ റബ്ബ് ചെയ്ത ശേഷം നിങ്ങളുടെ മുന്നിലുള്ള പേപ്പർ ബോളിൻ്റെ അടുത്തേക്ക് പേന കൊണ്ടുവെക്കുമ്പോൾ ആ പേപ്പർ ബോൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ബസ്സിൽ യാത്രയാണ്, നല്ല ഇരുമ്പിൻ്റെ ഒരു കമ്പിയിൽ പിടിച്ചിങ്ങനെ യാത്രയാണ്. വളരെ പെട്ടെന്ന് ശക്തമായ ഇടിയും മഴയും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് അവൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ ശക്തമായ തണ്ടർസ്റ്റോം ആൻഡ് ലൈറ്റിംഗ്, വളരെ ശക്തമായൊരു ഇടിമുഴക്കവും മിന്നലും അങ്ങോട്ട് വന്നു വിചാരിക്കും. പെട്ടെന്ന് ഓ മൈ ഗോഡ്, ഈ കാണുന്ന ഇരുമ്പ് വടിയിൽ നിന്നൊരു ഷോക്ക്, ചെറിയൊരു ഇലക്ട്രിക് ഷോക്ക് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ, പേപ്പർ ബോളുകൾ TV സ്ക്രീനിൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോകുമ്പോൾ പേപ്പർ ബോളുകൾ TVയുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ പേന റബ്ബ് ചെയ്ത് ഒരു 2 മിനിറ്റൊക്കെ കുറേ കഴിഞ്ഞ ശേഷം പേപ്പർ ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ പേപ്പർ ബോൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ഒരു ബ്രാഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് മൂവ് ഓർ ചേഞ്ച് വിത്ത് ടൈം. യെസ്, റെസ്റ്റ് എന്നാണ് അർത്ഥം, സ്റ്റാറ്റിക് റെസ്റ്റ്. So electrostatics is the study of charges at rest. It is the branch of physics which deals with the study of charges at rest is called electrostatics എന്ന് നമുക്ക് വിളിക്കാം. ശരിക്കും
ചാർജുകളുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ഗ്രീക്ക് വേർഡിലെ ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രോൺ എന്ന വേർഡ് മീനിങ് ആംപർ എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നീട് പഠനങ്ങൾ നടന്നു. ചില സമയത്ത് അട്രാക്ഷനും റിപ്പൾഷനും നടക്കുന്നതായി കണ്ടെത്തി. അതിനുശേഷമാണ് ലൈക്ക് ചാർജസുകളും അൺലൈക്ക് ചാർജസുകളിലേക്കും വന്നത്. ലൈക്ക് ചാർജസ് ആർ റിപ്പൽ എന്നും അൺലൈക്ക് ചാർജസ് ആർ അട്രാക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പിന്നീട് ഫിസിക്സ് ലോകം എത്തി. അതിനുശേഷമാണ് ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നെയിം ചെയ്തിരിക്കുന്നത്. അത് നെയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ആദ്യമായി വിളിച്ചത്. അങ്ങനെ ആ ചാർജുകളെ കുറിച്ചുള്ള പഠനം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ആ ഒരു റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നടത്തുന്നത്. ചാർജുകളെ ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ്. അത് ആദ്യ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചൊരു ഡിവൈസാണ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഞാൻ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ മെറ്റൽ നോബ് ആണ്, അടുത്ത പാട്ട് മെറ്റൽ റോഡ്, ദെൻ റബ്ബർ കൃത്യമായി അവിടെ സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗോൾഡ് ലീവ്സ് ആയ 2 ഗോൾഡ് ലീവ്സ് ഇവിടെ കാണാം. ഇത് ഗോൾഡ് ലീവ്സ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് വിളിക്കാനുള്ള കാരണം. ഒരു ഗ്ലാസ് വിൻഡോയുടെ ഉള്ളിലാണ് ഇയാളെ നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വർക്കിംഗ് എന്താണ്? നാം ഒരു ചാർജ് ഉള്ള ഒരു ബോഡി, ആ ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചാർജ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ ഈ കാണുന്ന മെറ്റൽ നോബിന്റെ അടുത്ത് കൊണ്ടുവെക്കുക. ഇപ്പൊ എക്സാമ്പിൾ ഇത് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഇതിനെ തൊട്ടടുത്ത് ഈ മെറ്റൽ നോബിന്റെ അടുത്ത് ടച്ച് ചെയ്യുക. ആ സമയത്ത് ഇതിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത് എങ്കിൽ പോസിറ്റീവ് ചാർജ്, മോർ പോസിറ്റീവ് ചാർജസ് ആർ അക്യുമുലേറ്റഡ് ഇൻ ദി ഗോൾഡ് ലീവ്സ്. ഒരുപാട് പോസിറ്റീവ് ചാർജുകൾ 2 ഗോൾഡ് ലീവ്സിൽ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 2 ഗോൾഡ് ലീവ്സിലും പോസിറ്റീവ് ചാർജുകൾ, ഇതിലും പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്താൽ രണ്ടും എന്താണ്? സെയിം ചാർജ്, ലൈക്ക് ചാർജസ് ആണ്. അപ്പൊ ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഈ റിപ്പൽ പ്രോസസ് നടക്കും. ഈ റിപ്പലിംഗ് നമുക്ക് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഇത് ചാർജിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഇനി ഒരു അനക്കവുമില്ലെങ്കിൽ അതിൽ ചാർജ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നെഗറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജുകൾ വന്ന് ഈ 2 ഗോൾഡ് ലീവ്സിലും നെഗറ്റീവ് ചാർജസുകൾ അക്യുമുലേറ്റ് ചെയ്യും. ലൈക്ക് ചാർജസ് ആർ റിപ്പൽസ് ഓർ ഡൈവേർജ്. സോ ഇത് ചാർജിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഈ ഡിവൈസിന്റെ പ്രത്യേകത ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ന് പ്രത്യേകം ഓർക്കണം. പക്ഷേ ചാർജിന്റെ കൃത്യമായിട്ടുള്ള ദിശയും അതോടൊപ്പം തന്നെ ചാർജിന്റെ സാന്നിധ്യവും മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ MCG. അത് നിങ്ങൾ ഈ +2 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ചാർജിന്റെ സാന്നിധ്യം മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി. ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യത്യസ്ത മെത്തേഡുകളാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് റബ്ബിംഗ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു പേന തലയിൽ നിങ്ങൾ ഉരസുന്നു, റബ്ബ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ഒരു പേപ്പർ ബോൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആ പേപ്പർ ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പേപ്പർ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശരിക്ക് പേപ്പർ ബോളുകൾ പേനയുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. സോ ഈ റബ്ബിംഗ് എന്ന് പറയുന്നത് മറ്റൊരു പേര് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പേനയെടുത്ത് ഞാൻ തലയിൽ റബ്ബ് ചെയ്ത ശേഷം കുറേ കഴിഞ്ഞ് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഈ പേപ്പർ ബോളിൻ്റെ അടുത്തേക്ക് പേന കൊണ്ടുവന്നാൽ അട്രാക്റ്റ് ചെയ്യുമോ? ഇല്ല.
അപ്പോൾ ഇവിടെ കുറഞ്ഞ നേരം മാത്രമാണ് ഒരു ചാർജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. യെസ്, ദി ചാർജ് ഒബ്റ്റെയിൻഡ് ബൈ എ ബോഡി ഓൺ റബ്ബിംഗ് വിത്ത് അനദർ ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ പറഞ്ഞത് റബ്ബ് ചെയ്തു ശേഷം അവിടെ ഉണ്ടാകുന്ന ആ ചാർജിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേകത, ഈ റബ്ബിംഗ് നടക്കുന്നത് ഇൻസുലേറ്ററിൽ മാത്രമാണ്. കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ഇൻസുലേറ്റർ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, എന്താണ് ഇൻസുലേറ്റർ, എന്താണ് കണ്ടക്ടർ എന്ന് ആദ്യം അറിയണം. ശരിക്ക് കണ്ടക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് അലോ മെറ്റീരിയൽ വെച്ച് അലോ ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദം വെരി ഈസിലി, ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്ടേഴ്സ്. എന്നാൽ ഇൻസുലേറ്ററോ അങ്ങനെ വളരെ ഈസി ആയിട്ട് കടത്തി വിടാത്ത ആളുകളാണ് ഇൻസുലേറ്ററുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇൻസുലേറ്ററാണ് റബ്ബ് ചെയ്യുന്നതെങ്കിൽ, യെസ്, ഈ ഷാർപ്പ് പോയിന്റിൽ അല്ലെങ്കിൽ ഈ എൻഡ് പോയിന്റിൽ ചാർജ് എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യും. അങ്ങനെ സ്റ്റേ ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇതൊരു കണ്ടക്ടർ ആണെങ്കിലോ, ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തു വിടുന്ന അതേപോലെയല്ലേ ഉണ്ടാവുക. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിലൂടെ എങ്ങനെ ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇൻസുലേറ്ററിൽ മാത്രം റബ്ബിംഗ് എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ എന്നതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. ഗ്ലാസ് റോഡ് നിങ്ങൾ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിങ് ആണ് അവിടെ നടക്കുന്നത്. ഒരു ബോഡിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും, മറ്റൊരു ബോഡിക്ക് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, അപ്പോഴാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സോ ദാറ്റ് മീൻസ് ഇവിടെ ഗ്ലാസ് റോഡും സിൽക്കുമായി റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡും സിൽക്ക് ഗെറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും. മറ്റു ചില എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. വൂൾ, ആംബർ, എബണൈറ്റ് പോളിത്തീനുമായിട്ട് ഡ്രൈ ഹെയർ കോബുമായിട്ടൊക്കെ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഈ സിറ്റുവേഷനിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് റബ്ബിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, ദറ്റ് ഈസ് കണ്ടക്ഷൻ. ഒരു ചാർജ്ഡ് ബോഡി എടുക്കുക. ഇത് ചാർജ്ഡ് ബോഡിയാണ്, യെസ്. ഇനി ഒരു അൺചാർജ്ഡ് ബോഡി എടുക്കുക. ദിസ് ഈസ് അൺചാർജ്ഡ് ബോഡി. ഈ ചാർജ്ഡ് ബോഡിയെ അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. യെസ്, ടച്ച് ചെയ്യണം. ചാർജ്ഡ് ബോഡിയെ അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ചാർജുകൾ ഫ്ലോ ചെയ്യും. യെസ്, ദിസ് പ്രോസസ് ഈസ് കോൾഡ് കണ്ടക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. വെൻ എ ചാർജ്ഡ് ബോഡി ഈസ് ബ്രോട്ട് into contact with an uncharged conductor, charge is flowing from charged body to the uncharged body. That is called conduction. അപ്പോൾ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ കണ്ടക്ടറിൽ മാത്രമേ നടക്കുള്ളൂ, ഇൻസുലേറ്ററിൽ നടക്കില്ല. കാരണം ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് പോകണ്ടേ. അതുകൊണ്ട് കണ്ടക്ഷൻ പ്രോസസ്സ് കണ്ടക്ടറിൽ മാത്രമേ നടക്കുകയുള്ളൂ. ക്ലിയർ? ദെൻ തേർഡ് പ്രോസസ് ഇൻഡക്ഷൻ മെത്തേഡാണ്. ആ ഇൻഡക്ഷൻ മെത്തേഡ് ഞാൻ നിങ്ങളെ ഒരു ഡയഗ്രാമാറ്റിക് പിക്ചറിലൂടെയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. സോ നോക്കൂ, ആദ്യം തന്നെ ഒരു ചാർജ് ഇല്ലാത്ത ബോഡിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് ഇതൊരു ചാർജ്ഡ് ബോഡിയാണ്. ഈ ചാർജ്ഡ് ബോഡി എങ്ങനെ കൊണ്ടുവരിക? പക്ഷേ തൊടരുത്. തൊട്ടാൽ അത് കണ്ടക്ഷനായി. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൻഡക്ഷനാണ്. സോ ഇയാളെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ മതി.
വളരെ തൊട്ടിൽ ആ ഒരു മൊമെൻ്റാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ കൊണ്ടുവെക്കുന്നു. ആ സമയം ഇത് പ്ലസ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം അൺലൈക്ക് ചാർജ് ലൈക്ക് ചാർജ്. ദാറ്റ് മീൻസ് ഇത് പ്ലസ് ആണെങ്കിൽ ദിസ് വൺ ഈസ് മൈനസ് ആൻഡ് അനദർ ബി പാർട്ട് എന്താവും, പോസിറ്റീവ് ചാർജ്ഡും ആയി മാറും. ദെൻ അതിനുശേഷം ഈ എയും ബിയും ജസ്റ്റ് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് എന്ത് ചെയ്യുക, അകറ്റുക. കണ്ടാ, അപ്പോഴും ഒരു പ്രശ്നവുമില്ല, വളരെ ദൂരത്തേക്കൊന്നും കൊണ്ടുവെക്കരുത്, ചെറിയ രൂപത്തിൽ ഒന്ന് അകറ്റുക. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവായിട്ട് മാറും. അതിനുശേഷം ഈ ചാർജ്ഡ് ബോഡി എടുത്തൊഴിവാക്കുക. അതിനുശേഷം ഈ നെഗറ്റീവ് അങ്ങോട്ട്, ഈ പോസിറ്റീവ് ഇങ്ങോട്ട്. ഇവിടെ എന്താ നടന്നത് ഞാൻ പറയണ്ടല്ലോ, അൺലൈക്ക് ചാർജസ്. യെസ്, ദാറ്റ്സ് ഇനഫ്. ദെൻ ഉടനെ തന്നെ ഈ ചാർജുകൾ ഈ കാണുന്ന കണ്ടക്ടർ ത്രൂ ഔട്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതും ത്രൂ ഔട്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ഇൻഡക്ഷൻ പ്രോസസ്സ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കണ്ടക്ഷൻ പ്രോസസ്സും ഇൻഡക്ഷൻ പ്രോസസ്സും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം. കണ്ടക്ഷൻ എന്ന് പറയുന്നത് കോണ്ടാക്റ്റിലുള്ള പ്രോസസ്സാണ്, എന്നാൽ ഇൻഡക്ഷൻ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത പ്രോസസ്സാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ചാർജുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലേക്ക് വരാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ആ വേർഡിൽ തന്നെയുണ്ട് മീനിങ്. എക്സാമ്പിൾ, ഈ ഒരു സിസ്റ്റത്തിൽ +1 കുളമ്പ്. കുളമ്പ്. അപ്പൊ ചാർജിനെ കുറിച്ചൊരു 2 വാക്ക്. ചാർജിനെ ഇനി മുതൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ക്യൂ, ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ക്യൂലും നോട്ട് ചെയ്യാറുണ്ട്. ചാർജിന്റെ SI യൂണിറ്റ് കൊളാംബ് സി എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. SI യൂണിറ്റ് ആണ്, സയന്റിസ്റ്റിന്റെ നാമധേയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഈ ഒരു സിസ്റ്റത്തിൽ 1 കുളമ്പ് +3 കുളമ്പ് -4 കുളമ്പ് എന്നാണ് ഉള്ളതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ദാറ്റ് മീൻസ് അതാണ് അഡിറ്റിവിറ്റിയിൽ പറയുന്നത്. +1 +3 +-4 that is equal to 1 + 3 4 4 - 4 0 കുളമ്പാണ് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ്. അതായത് if a system contains n charges, that means Q1, Q2, Q3, etc. Qn ആണെങ്കിൽ then the total charge of the system is, yes, tell me, Q1 plus Q2 plus Q3 plus etc. plus Qn ആയിരിക്കും. Very simple. This is additivity of charges or additive property എന്ന് പറയുന്നത്. Okay, clear? Then second one, that is charge is conserved. കൺസർവേഷൻ ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന സാധനം കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ? ദാറ്റ് മീൻസ് എനർജി neither be created nor be destroyed but it can transfer one form to another form. എല്ലാ കുട്ടികൾക്കും അറിയുന്ന കൺസെപ്റ്റാണ്. ആ എനർജിയുടെ സ്ഥലത്ത് ചാർജ് അങ്ങോട്ട് കൊടുക്കുക. യെസ്, ടെൽ മീ, ചാർജ് ഈസ് neither be created nor be destroyed but it can transfer one form to another form. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ദി ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ് എന്നുകൂടി നമുക്ക് പറയാം. ഇതാണ് എന്ത്? ചാർജ് ഈസ് കൺസേർവ്ഡ് ഓർ കൺസർവേഷൻ ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ് എന്ന പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ഇത് ആദ്യമായിട്ട് എക്സ്പെരിമെന്റലി സജസ്റ്റ് ചെയ്തത് നമ്മുടെ മൈക്കൽ ഫാരഡേ, ഇംഗ്ലീഷ് സയന്റിസ്റ്റ് മൈക്കൽ ഫാരഡേ ആണ്. അദ്ദേഹം അത് സജസ്റ്റ് ചെയ്തുവെങ്കിലും
ഈ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് ഡെമോ ചെയ്തത് മില്ലിക്കാൻ എന്ന സയന്റിസ്റ്റാണ്. ഇൻ 1912 അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ ദി യൂണിവേഴ്സ് ദി ടോട്ടൽ ചാർജ് ഓഫ് എനി ബോഡി, ദി ടോട്ടൽ ചാർജ് ഓർ സ്മോൾ ലെറ്റർ ക്യൂ ആയിക്കോട്ടെ, ടോട്ടൽ ചാർജ് ക്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, ഓഫ് ടോട്ടൽ ചാർജ് of any body is an integer multiple of E. Integer, yes, N multiple of E. Yes, Q equal to NE. That means plus or minus Q equal to plus or minus NE. Q is the total charge, N is the integer, E is the charge of electron. That means ഇതിന്റെ വാല്യൂ നിങ്ങൾക്കറിയാമോ? 1.6 into 10 raised to minus 19 കുളംബ് ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. 1.6 into 10 raised to minus 19 കുളംബ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1 കുളംബ്, 2 കുളംബ്, 3 കുളംബ് are possible, but 1.5 E, 2.5 E, okay, 1 E, sorry, 2 E, 3 E are possible, but 1.5 E, 2.5 E, 3.5 E are not possible എന്നത് കൂടി പ്രത്യേകം ഓർത്തു വെച്ചിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി ഒന്ന് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, സെക്കൻഡ് വൺ ചാർജ് ഈസ് കൺസേർവ്ഡ്, തേർഡ് വൺ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ഇനി നമുക്ക് കുളംബ്സ് ലോയിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോയാണ് ഈ ചാപ്റ്ററിലെ. കുളംബ്സ് ലോയുടെ മറ്റൊരു പേര് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ് വിളിക്കുന്നത്. ഒരു 2 സ്റ്റേഷനറി പോയിന്റ് ചാർജുകൾ എടുത്തു. Q1 എന്നും Q2 എന്നും ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ 2 ചാർജുകളും സ്മോൾ ലെറ്റർ R എന്ന അകലത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ചാർജുകൾക്കിടയിൽ ഒരു അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അവർക്കിടയിലുള്ള ആ ഫോഴ്സിനെ കുറിച്ചാണ് കുളംബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പഠിച്ചിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പഠിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യം ഫോഴ്സിനെ ഇതിനിടയിലുള്ള ഫോഴ്സിനെ അദ്ദേഹം വിളിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഫോഴ്സിനെ F എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ഈ Q1ന്റെ ചാർജ് കൂട്ടി നോക്കി. ഓക്കെ, Q1ന്റെ ചാർജ് കൂട്ടിയപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരാളുടെ ചാർജ് കൂട്ടിയാൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? നോ ഡൗട്ട്, ചാർജ് കൂടും. സോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം Q2ന്റെ ചാർജ് അദ്ദേഹം കൂട്ടി. എന്നിട്ട് നോക്കി Q2, ഒരു ഡൗട്ടും ഇല്ല, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു Q2. ഈ 2 കൺസെപ്റ്റുകൾ കൂടി അദ്ദേഹം ക്ലബ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, that is F directly proportional to Q1 Q2 എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഒരു ചാർജിനെ വളരെ ദൂരത്തേക്ക് കൊണ്ടുവച്ചു. നിങ്ങൾ പറയൂ, ഇവർക്കിടയിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? അകലെ 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 പോയാൽ കൂടുകയാണോ കുറയാണോ ചെയ്യുക? സങ്കല്പിക്കൂ, എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റിയിലായിരിക്കും. സോ യെസ്, എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ഓർമ്മയുണ്ടല്ലോ, ഗ്രാവിറ്റേഷൻ ഫസ്റ്റ് ഇയറിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ഇനി എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ നോക്കി? ഇല്ല.
ഈ റിസൾട്ടുകൾ അങ്ങോട്ട് ക്ലബ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, F directly proportional to Q1 Q2 divided by R square എന്ന് അദ്ദേഹം പറഞ്ഞു. Then F equal to a constant that is K into Q1 Q2 divided by R square. This is called Coulomb's law എന്ന് വിളിക്കുന്നു. Inverse square law ഓക്കെ എന്ന് വിളിച്ചു. അപ്പൊ എന്താണ് Coulomb's law എന്ന് ചോദിച്ചാൽ യെസ് electrostatic force between two stationary point charge is directly proportional to the product of the magnitude of the two charges and inversely proportional to square of the distance between them. ഒന്നും കൂടി പറയട്ടോ. Electrostatic force between two stationary charges is directly proportional to product of the magnitude of the two charges and inversely proportional to square of the distance between them. That is called Coulomb's law. ഈ K എന്ന കോൺസ്റ്റന്റ്. So K equal to 1 divided by 4 pi epsilon 0. ഈ K ഈ കോൺസ്റ്റന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഓ എയർ. ശരിക്കും എന്താണ് ഇവിടെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിന്റെ കഴിവിനെ, എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ എപ്സിലോൺ 0യുടെ വാല്യൂ 8.854 into 10⁻⁻12 എന്നാണ്. ഈ എപ്സിലോൺ 0യുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 divided by 4 into 3.14 into 8.854 into 10⁻⁻12. ഇതങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, 8.854 into 8.854 into 10⁻⁻12 into 3.14 into 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8999 ഇങ്ങനെയാണ് കിട്ടുന്നത്. അത് നമ്മൾ റൗണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, 9 into 10⁻⁹ എന്ന് നമുക്ക് പറയാം. അപ്പൊ കെയുടെ ഫുൾ വാല്യൂ 1/4 pi epsilon 0യുടെ വാല്യൂ 9 into 10⁻⁹ എന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. കാരണം പല പ്രോബ്ലത്തിലും ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കൂ. FA that is equal to 1 divided by 4 pi epsilon 0 Q1 Q2 divided by R square. This is the FA എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് എപ്സിലോൺ 0യുടെ യൂണിറ്റ്? ഇതിൽ നിന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കൂ. ദാറ്റ് ഈസ് യൂണിറ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് ഓഫ് എപ്സിലോൺ 0 കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് പറയൂ, എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇങ്ങോട്ട് പോവുക. സോ 1 divided by 4 pi Q1 Q2 മുകളിലുണ്ട് R സ്ക്വയർ. സോ എപ്സിലോൺ 0യുടെ യൂണിറ്റ് Q1ന്റെ യൂണിറ്റ് കുളമ്പ്, Q2ന്റെ യൂണിറ്റ് കുളമ്പ് ഡിവൈഡഡ് ബൈ യെസ് എഫ് എവിടെ പോയി? ഇതിലെ എഫ് എവിടെ പോയി? എഫ് എഴുതാൻ മറന്നു. എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ആറിന്റെ യൂണിറ്റ് സ്ക്വയർ. യെസ്, എപ്സിലോൺ 0യുടെ SI യൂണിറ്റ് സി സ്ക്വയർ ബാർ NM സ്ക്വയർ. സി സ്ക്വയർ ബാർ NM സ്ക്വയർ കൊടുക്കല്ലേ, ഇവിടെ യൂണിറ്റ് കൊടുക്കല്ലേ. സോ ദാറ്റ് ഈസ് 8.854 into 10⁻⁻12 യൂണിറ്റ് സി സ്ക്വയർ
nm സ്ക്വയർ ആണ് എന്നത് പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു അനദർ എനി അതർ മീഡിയം, ആ സമയത്ത് എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ, ദെൻ എപ്സിലോൺ ആർ ഈക്വൽ ടു വാട്ട്? എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് ദി പെർമിറ്റിവിറ്റി ഓഫ് ദി എയർ എന്നതാണ് വിളിക്കുന്നത്. അവർ തമ്മിലുള്ള റേഷ്യോ ആണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഇക്വേഷനിൽ ഒരു ചേഞ്ച് ഉണ്ട്. എന്താണ്? എഫ് അനദർ മീഡിയം കൂടി വരുമ്പോൾ 1/4π. ഇവിടെ എന്ത് കൊടുക്കണം? എപ്സിലോൺ 0 മാത്രം പോരാ, എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ, Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇങ്ങോട്ട് നോക്കൂ, ദാറ്റ് മീൻസ് 1/4π എപ്സിലോൺ 0 Q1 Q2 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ എന്താണ് എഫ് എയർ ആണ്. സോ അനദർ റിസൾട്ട് എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഈ റിസൾട്ട് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇനി ആ കുളംബ്സ് ലോയുടെ വെക്ടർ ഫോമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. Yes, Coulomb's law in vector form. കൃത്യമായിട്ട് നിരീക്ഷിക്കണം നിങ്ങൾ. ഞാനിവിടെ ചെയ്യുന്നത് കൃത്യമായി നിരീക്ഷിക്കുക. കാരണം വെക്ടർ ഫോം ആകുമ്പോൾ നിങ്ങൾക്കറിയാം ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആണ്. ഡിറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓർമ്മയുടെ ഡെഫിനിഷൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് എന്നല്ലേ നേരത്തെ പറഞ്ഞത്. സോ ഡിറക്ഷൻ കൂടി റെപ്രസെന്റ് ചെയ്യുക എന്നതാണ് പറഞ്ഞതിൻ്റെ മീനിങ്. സോ തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ ഒരു Q1 എന്ന ചാർജ് ഉണ്ട്, Q2 എന്ന ചാർജ് ഉണ്ട്. അവർ തമ്മിലുള്ള അകലം R ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ചലിക്കുന്നതെങ്കിൽ R12 ക്യാപ്പ് എന്നും ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ R21 ക്യാപ്പ് എന്നുമാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നന്നായി ശ്രദ്ധിക്കാം. യെസ്, ഇയാൾ ഒരു ചാർജാണ്. ഇത് Q1. ഈ പേന Q1 ആണ് കേട്ടോ. ഞാൻ ആരാണ്? Q2 ആണ്. ഞങ്ങൾ രണ്ടുപേരും അട്രാക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, റിപ്പൾഷൻ നടക്കാനും സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് വെൻ ദി ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആണ്, ആകർഷണ ബലമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. സോ അതിൽ രണ്ട് കേസ് ഉണ്ട്. എനിക്ക് ഇയാളെ ആകർഷിക്കാം, ഇയാൾക്ക് എന്നെയും ആകർഷിക്കാം. രണ്ടു സാധ്യതകളുണ്ട്. ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. ഞാൻ Q2, അത് Q1. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. അപ്പം ഞാൻ ഇയാളെ അട്രാക്റ്റ് ചെയ്യാണ്. അട്രാക്ട് അപ്പൊ ഇയാൾ അങ്ങോട്ട് പോവുക അല്ല, അട്രാക്ട് ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട്. ഏതാ ഡിറക്ഷൻ? R12 ക്യാപ് ആണ്. വെരി സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് വെക്ടർ F12 ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്. അങ്ങോട്ട്. ഡൗട്ടില്ലല്ലോ? ക്ലിയർ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇതാണ് Q1 കേട്ടോ, മാറിയിട്ടോ. ഇത് Q1, അത് Q2. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. ഈ Q1 ഈ Q1 ഫോഴ്സ് ഓൺ Q2നെ അയാളെ ആകർഷിക്കാം. Q2ന് ഞാൻ Q1, അയാൾ Q2. സോ Q1 Q2നെ അങ്ങോട്ട് ആകർഷിക്കാം. യെസ് യെസ്.
യെസ്, ഫോഴ്സ് ഓൺ Q2. അപ്പൊ ഇയാൾ എങ്ങോട്ടാ സഞ്ചരിക്കുക? എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ അടുത്തേക്ക്, ഇങ്ങോട്ടേക്ക്. ഓക്കെ, സോ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഏതാ ഡിറക്ഷൻ? R21 ക്യാപ്, അങ്ങോട്ടേക്ക്. ഓക്കെ, നേരത്തെ വെച്ചതുപോലെ പറയുകയാണെങ്കിൽ ഇയാൾ എന്നെ അങ്ങോട്ട് ആകർഷിക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോകും എന്നാണ് പറയുന്നത് അർത്ഥം. സോ ദാറ്റ് മീൻസ് 1/4πε0 Q1 Q2 R² into R21 ക്യാപ്. ഇതാണ് കുളംസ് ലോ എന്ന് പറയുന്നത്. ഇനി നോക്കൂ രണ്ടാമത്തെ കേസ്. when the force is repulsive case, repulsion force ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലും ഞാൻ Q1ഉം ഇയാൾ Q2ഉം ആണെങ്കിൽ നിങ്ങൾ നോക്കൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ഇയാളെ റിപ്പൾസ് ചെയ്യാം, ഇയാൾക്ക് എന്നെയും റിപ്പൾസ് ചെയ്യാലോ. സോ തുടങ്ങാം. ഇതേപോലെ ഇയാൾ Q1, ഞാൻ Q2 ആണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. ആദ്യം ഞാൻ ഫോഴ്സ് ഓൺ Q1, ഇയാളെ മുകളിൽ Q1ന്റെ മുകളിൽ ഒരു ഫോഴ്സ്. ഏത് ഫോഴ്സാ? റിപ്പൾസീവ്. അങ്ങോട്ട് റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുക, റിപ്പൾസീവ് ഫോഴ്സ്. അപ്പൊ ഇയാൾ എങ്ങോട്ടാ ചലിക്കുക? റിപ്പൾസീവ് ഫോഴ്സ് ഞാൻ അങ്ങോട്ട് കൊടുത്ത ഇയാൾ എങ്ങോട്ട് സഞ്ചരിക്കും? ഇയാൾ അങ്ങോട്ട് സഞ്ചരിക്കും. ഒറ്റ തള്ളട അങ്ങോട്ട് സഞ്ചരിക്കും. സോ അങ്ങോട്ട് എന്നുള്ളതിന് ഏതാ ഡിറക്ഷൻ? അങ്ങോട്ട്, അങ്ങോട്ട്, R21 ക്യാപ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഒരിക്കൽ കൂടി, ഞാൻ Q2, ഇയാൾ Q1. ഞാനൊരു റിപ്പൾസീവ് ഫോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ ഇയാൾ എങ്ങോട്ട് സഞ്ചരിക്കും? അങ്ങോട്ട്, അങ്ങോട്ട്, അങ്ങോട്ട്. ഏതാ? R21 ക്യാപ്. Tell me, vector F12 equal to 1 divided by 4πε0 Q1 Q2 divided by R² into അങ്ങോട്ട് R21 ക്യാപ്. ഇനി അടുത്ത സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. ഇയാളല്ലേ Q1, ഞാൻ Q2 ആണല്ലോ. ഇയാൾ ഇങ്ങോട്ടേക്ക് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുക. റിപ്പൾസീവ് ഞാൻ പോയി കെട്ടിപ്പിടിക്കുക ചെയ്യുക അല്ല, റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്താൽ ഞാൻ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് യെസ്, ഇങ്ങോട്ട് സഞ്ചരിക്കും. സോ R12 cap. So 1/4πε0 Q1 Q2 divided by R² into R12 cap. Yes. Oh my God! നോക്കൂ, വെക്ടർ F1 to R12 cap, വെക്ടർ F1 to R21 cap, വെക്ടർ F21 R21 cap, വെക്ടർ F21 R12 cap. Yes. That means vector F12 that is equal to minus vector F12. Yes, that is. Oh my God. നോക്കൂ നിങ്ങൾ. That means Coulomb's law agrees with the Newton's third law. Yes, ന്യൂട്ടന്റെ തേർഡ് ലോയാണ് ഇത് അഗ്രി ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൂളംസ് ലോ ന്യൂട്ടൻ്റെ തേർഡ് ലോയുമായി അഗ്രി ചെയ്യുന്നുണ്ട് എന്ന മനോഹരമായൊരു കൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പഠിച്ചിരിക്കണം. എല്ലാം നോക്കൂ. വെക്ടർ F21 ഈക്വൽ ടു മൈനസ് വെക്ടർ F21. യെസ്, കറക്റ്റ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ അഗ്രി ചെയ്തിരിക്കുന്നു. ഒരു കാര്യം കൂടി, 1 കുളംബ് എന്താണ് എന്നുകൂടി ഈ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. സോ F ഈക്വൽ ടു 1/4πε0 Q1 Q2 divided by R². When 1 കൂളംബ് എന്ന് പറഞ്ഞാൽ when Q1 equal to Q2 equal to 1 കൂളംബ്, R equal to 1 meter. So ഇതിൻ്റെ വാല്യൂ നേരത്തെ പഠിപ്പിച്ചു. That's equal to 9 into 10 raised to 9 into 1 into 1 divided by 1 into 1 divided by 1 square. 1 into 1 divided by 1 square. So calculate ചെയ്യുമ്പോൾ 9 into 10 raised to 9 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. യെസ്, കറക്റ്റ്. ഇതാണ് 1 കൂളംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോമാണ്. ഒരു ടെൻഷൻ ഓടിക്കേണ്ടതില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഒരു 2 ഒബ്ജക്റ്റിനെ നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ച ശേഷം ഒരാളെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇയാളെ അട്രാക്റ്റ് ചെയ്താൽ ഇയാൾ ഇങ്ങോട്ട് വരും.
ഓക്കെ. അടുത്ത കേസ്, ഇയാൾ അട്രാക്റ്റ് ചെയ്താൽ ഇയാൾ ഇങ്ങോട്ട് വരും. ഇയാൾ റിപ്പൾസ് ചെയ്താൽ ഇയാൾ അങ്ങോട്ട് പോകും. ഇയാളെ റിപ്പൾസ് ചെയ്താൽ ഇയാൾ അങ്ങോട്ട് പോകും. കൃത്യമായിട്ട് 2 പേന ഉപയോഗിച്ച് ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.